ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ അയർലൻഡിൽ നിന്ന് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് പോവാണ്. അപ്പം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ 2 പേരായിട്ടാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുവാവേനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ ബേബിക്ക് 4 months ആണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അപ്പം ബേബീനെ കൂട്ടിയിട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്രയാണ്. അപ്പം നമ്മളുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഓൺലൈൻ ബുക്കിംഗ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഞ്ഞിനെ കൊണ്ട് വരുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. അപ്പം അതെല്ലാം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു. ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. 305 ആണ് ഗേറ്റ് നമ്പർ. അപ്പോൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. എനിക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ എല്ലാവരും പാസഞ്ചേഴ്സ് എല്ലാം വന്നിരിക്കുവാണ്. ചെക്കിൻ ബാഗ് 4 ഉണ്ടായിരുന്നു. അതൊക്കെ കയറിപ്പോയി. ക്യാബിൻ ബാഗ് എനിക്ക് ഒരു ഡയപ്പർ ബാഗ് കുഞ്ഞിന് ഡയപ്പർ ബാഗ് ഞാൻ പിടിക്കുന്നുണ്ട്. പിന്നെ അച്ചാച്ചൻ്റെ ഒരു അച്ചാച്ചനും എനിക്കും കൂടെ അല്ലാണ്ട് 2 ക്യാബിൻ ബാഗുണ്ട്. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇതുവരെ ഓക്കെയാണ്. അത് കുഞ്ഞ് നല്ല ഉറക്കമാണ്. ബോർഡിങ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് ഞാൻ ഓടിപ്പോയി കുഞ്ഞിനെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ കുറേ ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. ഇവിടെ വലിയൊരു സ്ലാബ്, അതിൻ്റെ മുകളിൽ ഡയപ്പർ ചേഞ്ചിങ് ടേബിൾ ഉണ്ടാവും, മടക്കി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൽ നമുക്ക് ബേബീനെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ വേറൊരു ടോയ്ലറ്റ് ഫെസിലിറ്റീസും അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞിനെയും ചേഞ്ച് ചെയ്യാൻ നമുക്ക് റെഡി ആയിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റും. അതൊരു നല്ല സൗകര്യമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്. അപ്പം ഇത് ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അമ്മയ്ക്കും കുഞ്ഞിനും മാത്രം തന്നിട്ട് നല്ല എളുപ്പത്തിന് എല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം പെട്ടെന്ന് അവനെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് പോകാം. വേറെ ആരെയും വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് സ്പേസ് കൊടുക്കണമല്ലോ. ബേബിയുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും ബോർഡിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ബോർഡ് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാസിനെറ്റ് സീറ്റ്സ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ബൾക്കറ്റ് സീറ്റ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഡിവൈഡറിലാണ് ഈ ബാസിനെറ്റ്സ് മൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. നമുക്കിതുവരെയും ബാസിനെറ്റ് വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്കത് ഫിറ്റ് ചെയ്ത് തരത്തുള്ളൂ. സാധാരണയായിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഓൾട്ടിറ്റ്യൂഡിൽ എത്തിയതിൻ്റെ ശേഷം ആണ് എയർ ഹോസ്റ്റസ് വന്നിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്ത് തരുന്നത്, ബാസിനെറ്റ്സ് ഫിറ്റ് ചെയ്ത് തരുന്നത്. അതുവരെ നമ്മളുടെ മടിയിലാണ് കുഞ്ഞിനെ വെക്കേണ്ടത്. നമ്മളുടെ സേഫ്റ്റി ബെൽറ്റിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ബെൽറ്റും കൂടെ അവർ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് നമ്മളുടെ മടിയിലാണ് കുഞ്ഞിനെ വെക്കേണ്ടത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ബേബി സ്ലിങ്ങിൽ കുഞ്ഞിനെ അത്ര നേരം വെച്ചാലോ എന്നൊരു ചിന്തയുണ്ട്. ഞാനിവിടെ ബേബി കാരിയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുഞ്ഞിനെ ഇടാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സേഫായി എന്നുള്ളൊരു ടൈം വരുമ്പോൾ നമ്മളുടെ സീറ്റ് ബെൽറ്റ് നമുക്ക് ഊരി വയ്ക്കാം എന്നുള്ളൊരു സൈൻ അവർ തരുമല്ലോ. ആ ടൈമിലാണ് ഒരു ബാസിനെറ്റ് കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും നേരം ഞാൻ കുഞ്ഞിനെ എൻ്റെ സ്ലിങ്ങിൽ തന്നെ വെച്ചിട്ട് അവന് ഒരു എക്സ്ട്രാ ബെൽറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാവയ്ക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ ഫീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എയർ ഹോസ്റ്റസ് വന്നിട്ട് കുഞ്ഞിനുള്ള ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓറിക്സ് കിഡ്സ് ക്ലബിൻ്റെ ഓറി പ്ലഷ് ടോയ്സ് ആണ് നമുക്ക് കൊണ്ട് തന്നിട്ടുള്ളത്. ഇത് അവൻ കുറച്ച് നേരമൊക്കെ നോക്കി, അവന് ഇഷ്ടമായി തോന്നുന്നു. ഒരു ഹാൻഡി ക്യാരബൈനറൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും അത് ഹാങ് ചെയ്യാൻ പറ്റും. പിന്നെ ബേബിക്ക് ഒരു കോംപ്ലിമെൻ്ററി ഡയപ്പർ കിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയപ്പർ കിറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ആദ്യം തന്നെ അവരതിനെ ഫുള്ളായിട്ടൊരു സ്ലിങ്ങിൽ റാപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്തുള്ളത് ഒരെണ്ണം ഒരു ലോഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഡിസ്പോസിബിൾ ബിൻ ബാഗ് വരുന്നുണ്ട്. അടുത്തത് 2 ഡയപ്പേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻഫൻറ്റ് സൈസാണ് ഈ ഡയപ്പേഴ്സ് വരുന്നത്. പിന്നെ ഒരു പൗഡറാണ് കൊടുത്തിട്ടുള്ളത്, വാനില സെൻറ്റിൻ്റെ ഒരു പൗഡർ. പിന്നെ അതുപോലെ 4 വൈപ്സ് വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഡയപ്പർ കിറ്റിൻ്റെ അകത്ത് തരുന്നത്.
ബാസിനറ്റ് സീറ്റ് എടുത്താലുള്ള വേറൊരു ഗുണമാണ് ഇഷ്ടംപോലെ ലെഗ് സ്പേസ് കിട്ടും നമുക്ക് എണീറ്റ് നിൽക്കാനും കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് എണീറ്റ് നടക്കാനും അതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണമെങ്കിലൊക്കെ നല്ല ലെഗ് സ്പേസ് നമുക്ക് കിട്ടും. സാധാരണ 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ 11 കിലോയിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ബാസിനറ്റ് പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ ഓരോ എയർലൈൻ്റെ പോളിസി അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ബാസിനറ്റ് നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ തന്നെ ബുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം നമുക്ക് എല്ലാ ഫ്ലൈറ്റിലും കൊടുക്കുന്ന പോലെ തന്നെ ഹെഡ്സെറ്റ് അങ്ങനെ ബ്ലാങ്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഹെഡ്സെറ്റ് വരുന്നുണ്ട്, ബ്ലാങ്കറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു പില്ലോ വരുന്നുണ്ട്. ബേബീസിനെയും കൊണ്ട് പോകുമ്പോൾ സീറ്റ് ബുക്ക് ചെയ്യുന്നതിൽ 2 ഓപ്ഷൻസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇൻഫൻ്റ് ഓൺ ലാപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് പോകുന്നത്. അതെന്ന് പറയുന്നത് ബാസിനെറ്റും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. കുഞ്ഞിനെ മടിയിലിരുത്തുക, ബാക്കി സമയം ബാസിനെറ്റിൽ കടത്തുക എന്നുള്ളത്. കാരണം ഫുൾ ടൈം ബാസിനെറ്റിൽ കുഞ്ഞിനെ കടത്താൻ പറ്റത്തില്ല. അതായത് ടേക്ക് ഓഫിൻ്റെ ടൈമിലും ലാൻഡിങ്ങിൻ്റെ ടൈമിലും നമ്മൾ കുഞ്ഞിനെ മടിയിലിരുത്തണം. അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടർബുലൻസ് ഒക്കെ ഉണ്ടാകുമ്പം ഫാഷൻ സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെക്കണം. കുഞ്ഞ് ഉറങ്ങുവാണെങ്കിലും ശരി നമ്മളെടുത്ത് മടിയിൽ വെച്ചേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ ഒരു സീറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കുറച്ച് കോസ്റ്റ് ആവും, പക്ഷേ ഓരോ എയർലൈൻസ് അനുസരിച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഏത് ഫ്ലൈറ്റാണോ ബുക്ക് ചെയ്യുന്നത് ആ ഫ്ലൈറ്റിനനുസരിച്ചുള്ളത് നമ്മൾ അന്വേഷിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെയുള്ളതാണ് നമുക്ക് കുഞ്ഞിൻ്റെ കാർ സീറ്റ് രണ്ടാമത് ബുക്ക് ചെയ്യുന്ന ആ സീറ്റിൽ ഫിക്സ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. കുഞ്ഞിവിടെ പാലൊക്കെ കുടിച്ച് നല്ല ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. ബ്ലാങ്കറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. എക്സ്ട്രാ ബ്ലാങ്കറ്റും പില്ലോയും ഒക്കെ ഈ ബാസിനെറ്റിന് വേണ്ടിയിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. ഈ ബാസിനെറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് നല്ല സേഫായിട്ടാണ് കേട്ടോ, അങ്ങനെ താഴെ പോവൊന്നുമില്ല. അതിലേക്ക് പതുക്കെ കിടത്തി അവനെ ഇപ്പോൾ സേഫായിട്ട് അവൻ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, എല്ലാം നല്ലതാണ്, ഒരു കുഴപ്പമേ ഉള്ളൂ. ഇത് നമ്മൾ ലാബറട്ടറിയുടെ അടുത്തായതുകൊണ്ട് അതിനകത്ത് ആൾക്കാർ കയറി ഇറങ്ങി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. പക്ഷേ അവൻ നല്ല ഡീപ്പ് ഉറക്കമാണ് ഇപ്പം. ചിലപ്പോൾ ആ സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആണ്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ പോകുന്നത് ഡബ്ലിൻ ടു ഖത്തറാണ്. പിന്നെ ഖത്തറിൽ നിന്ന് കൊച്ചി, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ യാത്ര ചെയ്യുകയാണല്ലോ. അതിൽ ചിലത് ഞാൻ പറഞ്ഞുതരാം. ഡയപ്പർ ബാഗ് എടുത്തിട്ടുണ്ട്, അതിൽ വൈപ്സ് ഉണ്ട്, ഡയപ്പേഴ്സ് ഉണ്ട്, ഡയപ്പർ ഉപയോഗിച്ചത് കളയാൻ വേണ്ടിയിട്ടുള്ള കിറ്റ് ഉണ്ട്, എക്സ്ട്രാ ക്ലോത്ത് എനിക്കും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത്, ബബ് ക്ലോത്ത്സ്, ഫേസ് ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ അവന് അപ്റ്റാമിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം പ്രീ മെയ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസ് ഉണ്ടായിരുന്നു 75 ml, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പാല് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചാർജ് ചെയ്തിട്ട് ചൂടാക്കാൻ പറ്റുന്നതാണ് ആ ഫ്ലാസ്ക്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് പ്രൈവസിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അവന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കോളിക് ഡ്രോപ്സ്, പാരസെറ്റമോൾ, ഡയപ്പർ റാഷ്, അങ്ങനത്തെ മെഡിസിൻസൊക്കെ. പിന്നെ പാസിഫയർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഫുഡ് വന്നു, ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന ടൈമായി. 2 പേർക്ക് നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റിലുള്ള എല്ലാ ലെവേറ്ററിയിലും ബേബിയുടെ ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ ഉണ്ടാവില്ല, നമ്മൾ ചിലതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കയറുക. അപ്പോൾ ഞാൻ കുറച്ച് തിരക്ക് കുറഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ ലെവേറ്ററിയിൽ കയറിയതാണ്. മുമ്പേ അച്ചാച്ചനാണല്ലോ കയറിയിട്ട് കുഞ്ഞിനെ ഡയപ്പർ ചേഞ്ചൊക്കെ ചെയ്തത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, അപ്പോൾ ഞാൻ തന്നെ കയറിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് സൗണ്ട് കൂടുതലായിരിക്കും കേട്ടോ, എന്നോട് ക്ഷമിക്കണേ. അപ്പം കാണുന്ന പോലെ തന്നെ ഇതാ മിറർ, എൻ്റെ താഴെ ഇവിടെ ടിഷ്യൂ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ടിഷ്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കോൾബെല്ലനാണ് കേട്ടോ. പിന്നെ സോറി, ഇത് കോൾബെല്ലാണെന്നാണ് എൻ്റെ വിശ്വാസം, എനിക്കറിഞ്ഞൂടാ, ഞാൻ പ്രസ് ചെയ്യുന്നില്ല എന്തായാലും. ഇതാണ് വാഷ് ബേസിൻ വന്നിട്ട് നമുക്ക് സോപ്പ് കൊടുത്തിട്ടുണ്ട്, വാഷ് ചെയ്ത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ, ഓട്ടോമാറ്റിക്കാണ്. പിന്നെ തൊട്ടിപ്പുറത്തിലാണ് വേസ്റ്റ് ബിൻ. ഇത് തുറക്കണത് ഇത് കേട്ടോ, താഴെ ഒരു പെഡൽ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ചവിട്ടി കഴിയുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക് തുറക്കണോ, ചവിട്ടി കഴിയുമ്പോൾ മേളിൽ തുറക്കും.
നോയിസി. പിന്നെ ഇത് കണ്ടോ, ഈ ടോയ്ലറ്റിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കവറാണ്. അതായത് ലിഡ് ഇതിന് മുകളിലുള്ള ഇതിന് മുകളിൽ നമുക്ക് ഇട്ടിട്ട് ഇരിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൽ ടച്ച് ആവാൻ, ലിഡിൽ ടച്ച് ആവാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മളുടെ ചേഞ്ചിങ്, കുഞ്ഞിങ്ങിന്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഉണ്ടോ, ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ. ഉണ്ടോ, ഇതിങ്ങനെ ഫുള്ളായിട്ട് എടുക്കും. നമുക്ക് സേഫായിട്ട് കുഞ്ഞിനെ ഡയപ്പർ ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പോലെ മടക്കി വെച്ചാൽ മതി. വലിയൊരു മിററുണ്ട്, വലിയൊരു മിറർ. നമുക്ക് നമ്മളെ കാണാം. പിന്നെ താഴെ അത് കണ്ടോ, ഇത് സിറിഞ്ചിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. സിറിഞ്ചിന്റെ സൈൻ. എനിക്ക് തോന്നണേ അത് ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നീഡിലൊക്കെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പം അതാണ് ഖത്തർ എയർവേസിന്റെ ഭക്ഷണം. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രസ്റ്റ് ഫീഡിങ് കവർ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. നമുക്ക് വേണ്ട പ്രൈവസി കിട്ടും. അതുപോലെ തന്നെ മേൽവശത്തോടെ നമുക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാനും പറ്റും. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഖത്തർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലൈറ്റിൽ എന്തായാലും കുഞ്ഞ് കരഞ്ഞില്ല. ടേക്ക് ഓഫ് ചെയ്തപ്പോഴും ലാൻഡ് ചെയ്തപ്പോഴും അവനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടായിരിക്കും ചെവിവേദനയോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായി കുഞ്ഞ് കരയാണ്ടിരുന്നത്. അപ്പം എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുകയും അതിനിടയ്ക്ക് കിടന്ന് ഉറങ്ങുകയും പിന്നെ അവനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് പോയി ഡയപ്പർ ചേഞ്ചൊക്കെ ചെയ്തു. അങ്ങനെ ഇറിറ്റേഷനൊന്നും ഉണ്ടാവാണ്ടിരുന്നതുകൊണ്ട് അവൻ സുഖമായിട്ട് ഉറങ്ങി. ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ സാധിച്ചു. പിന്നെ നമുക്കും കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റി അവൻ ഉറങ്ങിയ സമയത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഖത്തർ എയർപോർട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ട് ഖത്തർ എയർപോർട്ട് കാണാനായിട്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പോയിട്ടില്ലാത്തവർ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ വാഴയോ എന്തൊക്കെയോ കുറേ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ് നമുക്കിവിടെ ഇറങ്ങുമ്പോൾ. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു വലിയൊരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വട്ടത്തിൽ കുറേ ചെയർ, അതിൻ്റെ മുകളിൽ കുറേ ആനിമൽസിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന്. പിന്നെയാണ് മനസ്സിലായത് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ രൂപങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഖത്തറിലും അതുപോലെ തന്നെ ലോകം മുഴുവനും ഉള്ള പണ്ടുണ്ടായിരുന്ന ഓരോ മൃഗങ്ങളുടെ രൂപങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അയ്യോ, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ടേബിൾ ഓഫ് ലവ് എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരുപാട് നല്ല കാഴ്ചകളാണ് കേട്ടോ അവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ താഴത്തേക്ക് നമുക്ക് പോകാം. കുറേ നേരം നമുക്ക് ലേ ഓവർ ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും നമുക്ക് പോയി കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ്. പക്ഷേ അതിന് പിന്നീട് ഒരു ദിവസം വരേണ്ടി വരും. എന്താ പറയുക, അതൊരു ജംഗിൾ ഫീലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാട്ടർഫോൾ പോലെയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ മുകളിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, എന്ത് ഭംഗിയാണ് കാണാനോ. വീഡിയോയിൽ അതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയവർ സമ്മതിക്കണം. ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് ആയിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അച്ചാച്ചനൊരു കുട്ടി ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേന് കുഞ്ഞിനെ കൊണ്ടാണ് പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് പോയി ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ വരുന്നത് ഖത്തർ വഴിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാവേ. ഇത് കണ്ടോ, അത് ലോങ് ആയിട്ട് വളഞ്ഞുള്ള ഒരു ബ്രിഡ്ജാണ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ രണ്ട് സൈഡിലും അവർ ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വെച്ചിട്ട്, വാം ലൈറ്റ് വെച്ചിട്ട്.
ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഫ്ലൈറ്റ് യാത്രയ്ക്ക് വേണ്ടി തന്നെയായിട്ട് ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ബേബി കാരിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം സ്ട്രോളർ വാങ്ങിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതും കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടല്ല, അതൊരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പം ആണ് ഞങ്ങൾ ബേബി കാരിയർ വാങ്ങിച്ചത്. അത് ഭയങ്കര യൂസായിട്ടോ. കുഞ്ഞ് അതിൻ്റെ അകത്ത് ഇരുന്നോളും, അവനെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാം. നമ്മളുടെ 2 കൈയും ഫ്രീ ആവും. നമ്മളൊരു ബെൽറ്റ് എന്താ പറയുക വെച്ചിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൻ നല്ല വാമായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഒരു പ്രശ്നവും എനിക്കതുകൊണ്ട് തോന്നിയില്ല. അപ്പം ഞാൻ ബേബി കാരിയർ വാങ്ങിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ ബാഗിലേക്ക് എടുത്ത സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് വായിച്ചു നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു പിക്ചർ കിട്ടുമല്ലോ. ഒരു തവണ നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ അത് പോകുന്നവർക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ആവുമല്ലോ. ഇത് വലിയൊരു എയർപോർട്ടാട്ടോ, നടന്നാലും തീരില്ല. ഞാനാണെങ്കിൽ ഒരു സൈഡ് കാണാമെന്ന് വിചാരിച്ചത് അപ്പുറത്തെ സൈഡ് എത്തി. ഇനി ഇത് കറങ്ങി വേണം അച്ഛൻ നിൽക്കുന്നിടത്ത് ചെല്ലാനായിട്ട്. ഷോപ്പിങ്ങിന് വരണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല ബെസ്റ്റ് പ്ലേസ് ആട്ടോ. ഇത് കണ്ടോ, വാട്ടർഫോളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അകത്ത് തന്നെ. എൻ്റെ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വന്നതാണോ ഇത് കാണാൻ വന്നതാണോ ഒരു കൺഫ്യൂഷനായി പോകും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പല കളറൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഫൗണ്ടെയിനാണ് അവിടെ നമ്മൾ കണ്ടത്. ഭയങ്കര സെറ്റപ്പായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഫൗണ്ടെയിനിൽ നിന്ന് വെള്ളം ഒഴുകി താഴെ വന്നിട്ട് അതൊരു നദി പോലെ ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് ശരിക്കും ഒരു കാട്ടിൽ വന്ന് നിൽക്കുന്ന പോലെ ഭയങ്കര നാച്ചുറലായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പുതിയ ക്യാമറ വാങ്ങിച്ചിട്ട് പണി പഠിക്കുന്നതിന് മുന്നേ എടുത്ത് ഉപയോഗിച്ചതിൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പം അച്ചാച്ചൻ നിൽക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. അച്ചാച്ചൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിലേക്കൂടെ ജസ്റ്റ് ഇങ്ങനെ നടക്കുമായിരുന്നു. കുറേ പെർഫ്യൂംസൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോ ബ്രാൻഡ് ഏതൊക്കെയാണെന്നൊക്കെ ഞാനിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. കാരണം നമുക്ക് കുറച്ചേറെ ടൈം ഉണ്ടായിരുന്നു ബോർഡിങ്ങിൻ്റെ മുന്നേ ആയിട്ട്. ഞാൻ ഈ കോസ്മെറ്റിക്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല. ലിപ്സ്റ്റിക്ക് മാത്രം ലിപ് ബാം വല്ലതും കയ്യിലുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ കുറച്ച് പെർഫ്യൂം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷനിലൂടെ നമ്മളിങ്ങനെ നടന്നു നോക്കുമായിരുന്നു ഏതൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. നമുക്കിനി അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് കൊച്ചിയിലേക്കാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള ടൈം കൊണ്ട് നമുക്ക് അവനെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഒരു തവണ ചേഞ്ച് ചെയ്തു, എന്നാലും ഒന്നുകൂടി ഒന്ന് സെറ്റാക്കണം കയറുന്നതിന് മുന്നേ. അതിന് കുറച്ച് മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ആൾക്കൊരു ഫ്രഷ്നെസ് തോന്നണമല്ലോ. വരുന്ന വഴിയിലേ ഞാനിവിടെ സ്റ്റക്കായി. എന്താണെന്നറിയോ, ഇതൊരു ചോക്ലേറ്റ് ഷോപ്പാണ്. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഒഴുകണത് ചോക്ലേറ്റാണ്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് ആയിട്ടുണ്ട്. കുഞ്ഞ് ടയർഡായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവന് ഉറങ്ങിയിട്ടില്ല, കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നോക്കാം, നമുക്കിനി 4 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞാലും എങ്ങനെയാവുമെന്ന് നോക്കാം. ടേക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടോ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. ഈ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സൗണ്ട് മെഷീൻ. അത് ഓണാക്കി വെക്കുമ്പോഴത്തേനും വെളിയിൽ നിന്നുള്ള സൗണ്ടൊന്നും ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. പക്ഷേ ഇപ്പം ആൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലാൻഡ് ചെയ്യാനായിട്ട് ഇനി 1 hour ബാക്കിയുള്ളൂ എന്നവർ പറഞ്ഞ് ആ ഒരു ടൈം തൊട്ട് അവൻ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ടർബുലൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. ചെവിവേദന തുടങ്ങിയതാണോ ഒന്നും എനിക്കറിയില്ല. 1 മണിക്കൂറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ടൈമിൽ ഫീഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. പാല് കുടിക്കണില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് നടക്കണില്ല, ഒന്നും പറ്റണില്ല. അതുകൊണ്ട് അച്ഛൻ അവനെ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുവാണ്. എന്തോ അവനൊരു ഡിസ്കംഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അവൻ സെറ്റിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നെ പെയിൻ കില്ലേഴ്സൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ട് എല്ലാം തട്ടിക്കളയുവാണ്. പാസിഫയറും എല്ലാം റിഫ്യൂസ് ചെയ്യാണ് ഉണ്ടായത്. ഫുഡ് പോലും മര്യാദയ്ക്ക് ഇപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. എല്ലാം പകുതിയാക്കി വെച്ചേക്കുവാണ്. എൻ്റെ ഇപ്പുറത്തും വേറെ ബേബി ഉണ്ടായിരുന്നു. ആ ബേബിയും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഇപ്പം എനിക്ക് ടെൻഷനാണ്. പാസഞ്ചേഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളൊരു ടെൻഷനാണ്. എന്തായാലും പാരൻസിനല്ലേ അതിൻ്റെ ആ ഒരു വിഷമം അറിയുള്ളൂ. വേറൊരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. ഈ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഖത്തർ എയർവേസിൻ്റെ, അതിന് ഒട്ടും ലെഗ് സ്പേസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളുടെ ബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലെഗ് സ്പേസ് തീരെ കുറവായിരുന്നു.
ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഭയങ്കര പാടായിരുന്നു. സെക്കൻഡ് ഫ്ലൈറ്റ് കുഞ്ഞ് കരഞ്ഞ് അവസാനം അവൻ വൊമിറ്റ് ചെയ്തു. എന്തായാലും നമ്മൾ നാട്ടിലെത്തിയല്ലോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ.